പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒന്നിനും സമയമില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കുറച്ചു നേരം ചെലവഴിക്കാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിനും നേരമില്ല എന്ന്. അവർക്ക് എന്തുകൊണ്ടാണ് ഒന്നിനും സമയമില്ലാത്തത്? നമുക്ക് ആകെയുള്ള ഈ ചെറിയൊരു ജീവിതത്തിൽ നമ്മുടെ പ്രയോറിറ്റി നമുക്ക് മാറിപ്പോകുന്നു. ശരിയാണ്, നിങ്ങൾക്ക് ജോലിയുണ്ട്, പൈസ വേണമല്ലോ ജീവിക്കാൻ, അല്ലെ? ജോലി കഴിഞ്ഞ് വേറെ ഒന്നിനും സമയം കിട്ടുന്നില്ല. ഇതായിരിക്കും മിക്കവാറും എല്ലാവർക്കും പറയാനുള്ളത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം പോലും നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, പിന്നെ നിങ്ങൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം? നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണോ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ വേണ്ടിയാണോ നിങ്ങൾ ജീവിക്കുന്നത്? മിക്കവാറും ആൾക്കാരെല്ലാം ജോലി ചെയ്യാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നതാണ് സത്യം. അപ്പോൾ ജീവിക്കാൻ പൈസ വേണ്ടെന്നാണോ? തീർച്ചയായും പൈസ വേണം. എത്രത്തോളം പൈസ ഉണ്ടോ അത്രത്തോളം നന്നായി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ എത്ര പൈസ ഉണ്ടാക്കിയാലും ജീവിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പിന്നെ പൈസ കൊണ്ട് എന്താണ് കാര്യം? നമ്മുടെ നാട്ടിലെ ആൾക്കാർ, അതായത് മെജോറിറ്റി ആൾക്കാരും ജോലി ചെയ്യുന്നത് വെറും പൈസയ്ക്ക് വേണ്ടി മാത്രമാണ്. അല്ലാതെ ആ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടോ പാഷൻ ഉണ്ടായതുകൊണ്ടോ ജോലി ചെയ്യാൻ ഇഷ്ടമുണ്ടായതുകൊണ്ടോ ഒന്നുമല്ല. അവരിൽ തന്നെ മിക്കവാറും ആൾക്കാരെല്ലാം ചെയ്യുന്ന ജോലിയിൽ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അവരാണ് ഒന്നിനും സമയമില്ല, പൈസ ഒന്നിനും തികയുന്നില്ല എന്ന സങ്കടം കൂടുതൽ പറയുന്നതും. ഇവർ ജീവിതം എൻജോയ് ചെയ്യുന്നവരെ, യാത്ര ചെയ്യുന്നവരെയൊക്കെ കണ്ട് പറയുന്നത് കേൾക്കാറുണ്ട്, അവരൊക്കെ ഭാഗ്യവാന്മാരാണെന്ന്. അതായത് ഇവർ ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല എന്ന്. അപ്പൊ പിന്നെ ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ നാട്ടിൽ ഒരു ശരാശരി മനുഷ്യൻ ജീവിക്കുന്നത് കല്യാണം കഴിക്കുക, കുട്ടികളെ ഉണ്ടാക്കുക, വീട് വെക്കുക, കാറ് മേടിക്കുക, മക്കളെ കല്യാണം കഴിപ്പിക്കുക, ഇതിനൊക്കെ വേണ്ടി മാത്രമാണ്. ഇതിനൊക്കെ വേണ്ട പൈസ ഉണ്ടാക്കാനുള്ള നെട്ടോട്ടാണ് ഇവരുടെ മനസ്സിൽ ജീവിക്കുക എന്നത്. ചിലപ്പോൾ ലോൺ എടുത്തിട്ടായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. ഈ ടാസ്കുകളൊക്കെ തീരുമ്പോഴേക്ക് ഏകദേശം ഒരു 60 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ആ 60 വയസ്സ് വരെ എത്ര പേരുണ്ടാവും എന്നത് വേറെ കാര്യമാണ്. അതിനുശേഷമാണ് അവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുക, ജീവിതം എൻജോയ് ചെയ്തതിനെ പറ്റി ആലോചിക്കാൻ പറ്റുക. കണ്ണിൽ കണ്ട രോഗങ്ങൾ കൊണ്ടെല്ലാം നട്ടം തിരിയുന്ന ആ വയസ്സിൽ പിന്നെ ഇനി എന്ത് ചെയ്യാനാണ്? നമുക്ക് നമ്മുടെ 30-ാം വയസ്സിലോ 40-ാം വയസ്സിലോ ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും 60 കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റൂ. അതായത് ആരോഗ്യമുള്ള 60 വർഷം നമ്മൾ ജീവിച്ചില്ല. ഇനി 60 വയസ്സിന് ശേഷം ആരോഗ്യമില്ലാത്ത ഒരു സമയത്ത് ജീവിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. 60 വയസ്സ് വരെയുള്ള കൊല്ലങ്ങളില് ചിലവിനുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ചുമ്മാ ആർക്കോ വേണ്ടി പണിയെടുക്കുന്നതിനെ ജീവിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരിക്കും നമ്മുടെ ഭാഗ്യമാണ് ഇവിടെ നമുക്ക് ജനിക്കാൻ പറ്റിയത്. അതും വളരെ ചെറിയൊരു കാലയളവ് മാത്രമാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എത്ര വയസ്സായാലും ആ കൊല്ലങ്ങളൊക്കെ പോയത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ബാക്കിയുള്ള നിങ്ങളുടെ കൊല്ലങ്ങൾ കൂടി കണ്ണ് പൂട്ടി തുറക്കുന്ന സ്പീഡിൽ അത്രയും പെട്ടെന്ന് പോകും. വൺസ് അത് തീർന്നാൽ നമുക്ക് ഇവിടെ പിന്നെ ഒരിക്കലും ഒന്നും കാണാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ട ആ കൊല്ലങ്ങളൊന്നും ഒരിക്കലും പിന്നെ തിരിച്ചു കിട്ടില്ല. നമുക്കിവിടെ എന്തെല്ലാം കാണാനുണ്ട്, 100 കണക്കിന് രാജ്യങ്ങൾ, അവിടുത്തെ ഓരോരോ കാഴ്ചകൾ, ലൈഫ് എൻജോയ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജോലിയേക്കാൾ ഇമ്പോർട്ടൻസ് അതിനാണ്. നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാനുള്ള ഒരു ടൂള് മാത്രമാണ് നിങ്ങളുടെ ജോലി, നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ. നിങ്ങളുടെ അടുത്ത് കോടികളാണ് ഉള്ളതെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാം. ഇനി ആയിരങ്ങളാണ് ഉള്ളതെങ്കിൽ അതിനനുസരിച്ചും എൻജോയ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള സമയം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? ജോലി ചെയ്ത് ചാകാനോ? അതിലും നല്ലത് നിങ്ങൾ ജനിക്കാതിരിക്കുന്നതല്ലായിരുന്നു. നിങ്ങൾക്ക് ഈ ലോകം കാണാൻ കിട്ടിയ ആകെയുള്ള ഒരു ചാൻസ് മിസ്സാക്കുകയല്ലേ നിങ്ങൾ? അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ജീവിതം എൻജോയ് ചെയ്യാൻ ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ലല്ലോ, സമയമില്ലല്ലോ എന്ന്. നിങ്ങൾക്ക് കല്യാണം ആർഭാടത്തിൽ നടത്താൻ ലോൺ എടുത്ത് EMI അടയ്ക്കാം. നിങ്ങളുടെ സാലറിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വലിയ വണ്ടികൾ EMIയിൽ എടുക്കാം. അഫോർഡബിൾ അല്ലാത്ത വീട് ലോൺ എടുത്ത് EMI അടച്ച് ഉണ്ടാക്കാം. ഇതിനെല്ലാം നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് സമയം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാനും കുറച്ച് പൈസ മാറ്റി വെക്കാൻ നിങ്ങൾക്ക് പറ്റാഞ്ഞിട്ടല്ല. പക്ഷെ പ്രയോറിറ്റി ആണ് പ്രശ്നം. ജീവിതം എൻജോയ് ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനം കാണിക്കാൻ, സ്റ്റാൻഡേർഡ് കാണിക്കാൻ വേണ്ടി ജീവിക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്കൊന്നിനും സമയം ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല. അതായത് ആർക്കോ വേണ്ടി ജീവിച്ച് ഒന്നും ചെയ്യാതെ മരിക്കാനാണ് നിങ്ങളുടെ വിധി. ആ വിധി നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നിങ്ങളുടെ ഈ ജീവിതം ആസ്വദിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. അതിനുള്ള സമയവും പൈസയും കണ്ടെത്തേണ്ടത് നിങ്ങളുടെ പ്രയോറിറ്റി ആകണം. നിങ്ങൾക്ക് വേണ്ടി ആരും അതൊന്നും ചെയ്തു തരാൻ പോകുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രയോറിറ്റി നമുക്ക് മാറിപ്പോകുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കൂടുതൽ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യും.